കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 2 ബുധനാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ ഏപ്രിൽ 11 മുതൽ 13 വരെ നടക്കുന്ന ഗ്രാൻഡ് പ്രീ ഫോർമുല 1 കാറോട്ട മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. സാക്കിറിലെ ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ അവസാന 10 ദിവസമാകുമ്പോൾ കായിക പ്രേമികളുടെ ആവേശം വാനോളമുയരുകയാണ്. ഇതിന്റെ ഭാഗമായി അദലിയയിലെ ബ്ലോക്ക് 338 ആരംഭിച്ചിരിക്കുന്ന ഫാൻ വില്ലേജിൽ നിരവധി പേരാണ് എത്തുന്നത്. ഏപ്രിൽ 9 വരെയാണ് വില്ലേജ് പ്രവർത്തിക്കുന്നത്. പ്രവൃത്തി ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ 12 വരെയും വാരാന്ത്യങ്ങളിൽ ഉച്ച മുതൽ രാത്രി 12 വരെയുമാണ് സന്ദർശകർക്കായി വില്ലേജ് തുറന്നു നൽകിയിരിക്കുന്നത്. വിപുലമായ വിനോദ പരിപാടികൾ ഒരുക്കിയിട്ടുള്ള ഇവിടെ പ്രവേശനം സൗജന്യമാണ്. സ്റ്റണ്ട് ടീമുകളുടെ പ്രകടനങ്ങൾ, ഫോർമുല 1 റേസിംഗ് സിമുലേറ്ററുകൾ, കുടുംബ വിനോദ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രധാന വേദിയിൽ ഡിജെകളുടെയും പരമ്പരാഗത ബ്രാൻഡുകളുടെയും സംഗീത പ്രകടനങ്ങളും ഫോട്ടോഗ്രാഫി ഏരിയയും കരകൗശല ഗ്രാമവും കുട്ടികൾക്കുള്ള വിനോദ ഇടവുമുണ്ട്. ബഹ്റിനിൽ താമസിക്കുന്ന പ്രവാസികൾക്കും സന്ദർശന വിസയിലെത്തുന്നവർക്കും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിച്ച് ഗവൺമെൻറ്. വരാനിരിക്കുന്ന ദേശീയ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആരോഗ്യരംഗത്തെ വികസനങ്ങളുടെയും നവീകരണങ്ങളുടെയും ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 7 ലക്ഷത്തോളം വരുന്ന പ്രവാസികളും അവരുടെ ആശ്രിതരും സന്ദർശക വിസയിലെത്തുന്നവരും പുതിയ പദ്ധതി വരുന്നതോടെ ഇൻഷുറൻസ് ഉറപ്പാക്കേണ്ടി വരും. സർക്കാർ ആശുപത്രികളുടെ സമ്മർദ്ദം ലഘൂകരിക്കുക, അടിയന്തര വൈദ്യപരിചരണത്തിന് ചെലവ് ചുരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് തീരുമാനത്തിന് പിന്നിലുള്ളത്. ഇൻഷുറൻസ് സൗകര്യം നിലവിൽ വരുന്നതോടെ പൊതു ആരോഗ്യ കേന്ദ്രങ്ങളുടെ മേലുള്ള സാമ്പത്തിക ഭാരം കുറയുമെന്ന പ്രതീക്ഷയും ഗവൺമെൻറ്റിനുണ്ട്. 2025-26 വർഷത്തെ ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്കായി 688 മില്യൺ ദിനാറാണ് വകയിരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിനേക്കാൾ 17% വർധനവാണ് ഈ വർഷം ഉള്ളത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി ബഹ്റിൻ കേരളീയ സമാജത്തിൽ നടന്നു വന്ന കേരളോത്സവം 2025 ഗ്രാൻഡ് ഫിനാലെയും ഈ വർഷത്തെ BKS GCC കലോത്സവത്തിൻ്റെ ഉദ്ഘാടനവും സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ വെച്ച് നടന്നു. ഗൾഫ് രാജ്യങ്ങളിലെ തന്നെ കുട്ടികളുടെ ഏറ്റവും വലിയ കലാമാമാങ്കമായ JCC കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA നിർവഹിച്ചു. പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ സ്വാഗതം ആശംസിച്ചു. കേരളോത്സവം 2025 കൺവീനർ ആഷ്ലി കുര്യൻ നന്ദി പ്രകാശിപ്പിച്ചു. സമാജം ട്രഷറർ ദേവദാസ് കുന്നത്ത്, സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ നായർ, ഇൻഡോർ ഗെയിംസ് സെക്രട്ടറി നൌഷാദ്, GCC കലോത്സവം കൺവീനർ ബിറ്റോ പാലമറ്റത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. കേരളോത്സവത്തിൽ സമ്മാനാർഹമായ കലാപരിപാടികളോടെ ആരംഭിച്ച പരിപാടിയിൽ കേരളോത്സവം 2025 സമ്മാന വിതരണം നടന്നു. ചടങ്ങിൽ ശ്രീജിത്ത് ഫാറൂഖ്, വിദ്യാ വിശാഖ് എന്നിവർക്ക് യഥാക്രമം കലാശ്രീ, കലാരത്ന പട്ടങ്ങൾ സമ്മാനിച്ചു. ഹൗസ് ചാമ്പ്യൻഷിപ്പ് അവാർഡ് ഹിന്ദോളം ഹൗസിനാണ് ലഭിച്ചത്. ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായ വോയിസ് ഓഫ് അലപ്പി കിംസ് ഹെൽത്തുമായി സഹകരിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. ചേർന്ന് നിൽക്കുന്നവരുടെ ചിരി മായാതിരിക്കാം എന്ന തലക്കെട്ടിൽ നേർവഴി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഉമ്മൽ ഹസത്തെ കിംസ് ഹോസ്പിറ്റൽ ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. 100ലധികം കുട്ടികളും മാതാപിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. 3 സെഷനുകളായി നടന്ന സെമിനാറിൻ്റെ ആദ്യ ഭാഗം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ അമൽ എബ്രഹാമാണ് നയിച്ചത്. 2ാമത്തെ സെഷൻ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിലും 3ാമത്തെ സെഷന് 4PM ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്ററും കൗൺസിലറുമായ പ്രദീപ് പുറവങ്കരയും നേതൃത്വം കൊടുത്തു. സെമിനാറിന് ശേഷം കുട്ടികളും മാതാപിതാക്കളും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. മലയാളത്തിലുള്ള പ്രതിജ്ഞ അഹന പ്രസന്നനും ഇംഗ്ലീഷിലുള്ള പ്രതിജ്ഞ അദ്വൈത് അജിത്തും ചൊല്ലിക്കൊടുത്തു. വോയിസ് ഓഫ് അലപ്പി രക്ഷാധികാരികളായ ഡോക്ടർ PV ചെറിയാൻ, സോമൻ ബേബി, KR നായർ, അനിൽ UK, കിംസ് ഹെൽത്ത് മാർക്കറ്റിംഗ് ഹെഡ് പ്യാരിലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സെമിനാറിൽ പങ്കെടുത്തു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം.
ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. കേരള കാത്തലിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ബഹ്റിനിൽ ആദ്യമായി 40 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി മാസ്റ്റേഴ്സ് 6 എസൈഡ് വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 8 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ KCA ടീം റിഫ സ്റ്റാർസ് ടീമിനെ തുടർച്ചയായ 2 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ജേതാക്കളായി. ബെസ്റ്റ് അറ്റാക്കറായി KCA ടീമിന്റെ റെയ്സൺ മാത്യുവിനെയും ബെസ്റ്റ് സെറ്ററായി KCA ടീമിന്റെ അനൂപിനെയും തെരഞ്ഞെടുത്തു. മോസ്റ്റ് ഡിസിപ്ലിൻ പ്ലെയർ അവാർഡിന് റിഫ സ്റ്റാർസിന്റെ അബ്ദുൾ റഹ്മാനും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അവാർഡിന് റിഫ സ്റ്റാർസ് ടീമിന്റെ ഷാഫി പട്ടായിയും അർഹനായി. നിതിൻ കക്കഞ്ചേരി, സുബിൻ അങ്ങാടിക്കൽ എന്നിവർ റഫറിമാരായിരുന്നു. KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ, മെമ്പർഷിപ്പ് സെക്രട്ടറി സേവി മാത്തുണ്ണി, സ്പോർട്സ് സെക്രട്ടറി നിക്സൺ വർഗീസ് എന്നിവർ വിജയികൾക്കുള്ള അവാർഡുകളും ട്രോഫികളും സമ്മാനിച്ചു. 30 വർഷത്തിലധികം ബഹ്റിൻ പ്രവാസിയായിരുന്ന ചെങ്ങന്നൂർ കല്ലിശ്ശേരി സ്വദേശി മാത്യു മത്തായി ചക്കോ നിര്യാതനായി. 59 വയസ്സായിരുന്നു പ്രായം. അൽമോയ്ദ് കോൺട്രാക്ടിംഗ് ഗ്രൂപ്പിൽ പബ്ലിക് ഫോർമാനായി ജോലി ചെയ്തു വരികയായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് സൽമാനിയ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. നാട്ടിൽ ഭാര്യയും 2 മക്കളുമാണുള്ളത്. ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു.